iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കിയാണ് പറയാൻ പോകുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിന്റെ കുറച്ച് വാല്യൂസ് ഒക്കെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് ആക്കിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ ചെയ്തില്ലായിരുന്നു അല്ലെ. ചോദിച്ചിരിക്കുന്നത് ലോവസ്റ്റ് പാസിംഗ് പെർസെൻറ്റേജ് ഇൻ എൻഡ് സെമസ്റ്റർ ടെസ്റ്റിന്റെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ലോവസ്റ്റ് പാസിംഗ് പെർസെൻറ്റേജ് ഇൻ എൻഡ് സെമസ്റ്റർ ടെസ്റ്റ്. എൻഡ് സെമസ്റ്റർ ടെസ്റ്റിൽ പാസ്സായവര് എത്ര പേരൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ബി എയിൽ എൻഡ് സെമസ്റ്റർ ടെസ്റ്റിൽ പാസ്സായവർ 14 64 78, ബി എസ് സിയിൽ 12 55 67, ബി കോമിൽ 8 46 54, ബി ബി എയില് 13 76 89. അപ്പൊ പാസ്സായവര് എൻഡ് സെമസ്റ്റർ ടെസ്റ്റിൽ പാസ്സായവരെ കണ്ടു. ലോവസ്റ്റ് പാസിംഗ് പെർസെൻറ്റേജ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എൻഡ് സെമസ്റ്റർ ടെസ്റ്റിൽ പാസ്സായവരുടെ പെർസെൻറ്റേജ് കാണണം, അതിൽ ലോവസ്റ്റ് ഏതാണെന്ന് നോക്കണം, കാര്യം കഴിഞ്ഞു. ബി എയില് പാസിംഗ് പെർസെൻറ്റേജ് ഓഫ് എൻഡ് സെമസ്റ്റർ ടെസ്റ്റ് എങ്ങനെ കാണും? 78 പാസ്സായവർ. 78 ടോട്ടൽ. ടോട്ടൽ എത്രയാ? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 112. അപ്പം 78/112 × 100. 100 വെട്ടാതെ തന്നെ നമുക്ക് നിർത്താം. 39 2 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 39 56. ഇനി 39 × 100 3900/56. 390 എത്ര 56 ഉണ്ട്? 2 3 4 5 6 7 56 ഉണ്ട്. 7 300 7 6 എന്ന് പറയുന്നത് 42 ആണ്. 342/38. 380 എത്ര 56 ഉണ്ട്? 7 56 342. സോറി, ഇവിടെ 48 ആണല്ലേ വരണ്ടേ? ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. 48 ഇവിടെ വരേണ്ടത്. 480. 480 എത്ര 56? പോയി. 480 എത്ര 56? 7 8 9 വരുമോ? 9 വരും അല്ലേ? 7 8 9 9 6 54. 454. 26. 4.4 വരും. 79.56 ആണ് ഇവിടുത്തെ പാസ് പെർസെന്റ്. 79.56. 79.44 സോറി അല്ലെ? 79.4 ആണ് പാസിംഗ് പെർസെന്റേജ് ഇൻ ബി എ. ബി എസ് സിയിലോ 67 മൊത്തം പേര്. 67 മൊത്തം 107. 107 × 100. 67 × 100. 107. 670 എത്ര 107 ഉണ്ട്? 6 107 ഉണ്ടെന്ന് ഞാൻ പറയും. 642 28. 250 എത്ര 107? 2 62.
214. 62.6. 62.6 ആണ് BScയിലെ പാസിംഗ് പെർസെൻറ്റേജ് ഓഫ് എൻഡ് സെമസ്റ്റർ ടെസ്റ്റ്. BComലെയോ 25/80 × 100. സോറി 54. മാറിപ്പോയി. 54 ആണ്. 54/80 × 100. ഇതിനെ വെട്ടിക്കഴിഞ്ഞാൽ 2 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 27 40 കിട്ടും. 27 × 100 2700/40 എത്രയാ? 270. എത്ര 40 ഉണ്ട്? 6 40 ഉണ്ട്. കാരണം 6 4 24. അപ്പൊ ഒരു 0 കൂടി ഇടുമ്പം 240. 6 ബാക്കി 30. 300 എത്ര 40? 7 40 ഉണ്ട്. 7 4 28. 280. 67 ബാക്കി 20. 200 എത്ര 40 ഉണ്ട്? 5 40. 67.5. അത് നോക്കേണ്ട കാര്യമില്ല. 67 എന്ന് വരുമ്പോ തന്നെ നമുക്കത് നോക്കണ്ട. കാരണം ഏറ്റവും കുറവ് ഇവിടെ ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ലോവസ്റ്റ് പാസിംഗ് പെർസെൻറ്റേജാ. പിന്നെ ഇത് നോക്കേണ്ട കാര്യമില്ല അല്ലേ? ഇതോ 89 പേര് പാസ്സായിട്ടുണ്ട് എൻഡ് സെമസ്റ്ററിൽ. 89/131. മൊത്തം കൂടെ ആഡ് ചെയ്യുമ്പോൾ 131. 89/131 × 100. 8900 /131. 8 പോവോ? ഇല്ല. 7 പോവോ? 6 പോവോ? 131 × 6 എത്രയാ? 6 18 മാറ്റി 786. ഇനി ഒന്നുകൂടെ പോവില്ല. ഒരു 131 കൂടെ പോയി കഴിഞ്ഞാൽ 890 കവിയും. അപ്പം 131 6 പ്രാവശ്യമാണ് 890 പോകുന്നത്. 786. 104. 1040 എത്ര 131 പോവും? 131 എത്ര പോവും? 131 × 7 എത്രയാ? 917. 131 × 7 917 പോവുള്ളൂ. ഇനി ഒരു 131 കൂടെ പോവോ? ഒരു 131 പോയി കഴിഞ്ഞാൽ 1040 മേളിൽ പോവും. അപ്പം 7 917. 67 എന്ന് വരുമ്പോ തന്നെ നമുക്ക് പിന്നെ ചെയ്യണ്ട. കാരണം ഏറ്റവും കുറവ് ഇവിടെ ഉണ്ട്. 79 62 67 67. അപ്പൊ നമുക്ക് ശരി ഉത്തരം എത്രയാന്ന് നോക്കാം. BSc ആണ്. 60 എത്രയായിരുന്നു? 62 അല്ലേ? BSc ആണ് ശരി ഉത്തരം. വിച്ച് പ്രോഗ്രാം ഹാസ് ലോവസ്റ്റ് പാസിംഗ് പെർസെൻറ്റേജ്? ആദ്യത്തേത് 79 ആയിരുന്നു. BA ആയിരുന്നു തോന്നുന്നു. 79 ആയിരുന്നു. BSc 62 ഇത് രണ്ടും 67 വന്നു. അപ്പൊ 7 കിട്ടുമ്പോൾ തന്നെ നമ്മൾ പിന്നെ ബാക്കി ചെയ്യണ്ട. കാരണം ഓൾറെഡി അതിനേക്കാൾ ലോവസ്റ്റ് ഇവിടെ ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ലോവസ്റ്റ് പാസിംഗ് പെർസെൻറ്റേജ് ഇൻ എൻഡ് സെമസ്റ്റർ ടെസ്റ്റ് എന്നാ. അപ്പം 67 രണ്ടും വരുമ്പോൾ നോക്കുക വേണ്ട. 7 പ്രാവശ്യം ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ കോഷ്യന്റിൽ 7 എഴുതേണ്ടി വരുമ്പോൾ തന്നെ നമുക്ക് ചെയ്യണ്ട, നിർത്തിയേക്കാം അവിടെ അല്ലേ. അപ്പൊ തന്നെ നമുക്ക് 2 മിനിറ്റിനുള്ളിൽ ചോദ്യം ഉത്തരം എഴുതാൻ പറ്റും. അങ്ങനെ 3 ചോദ്യം കഴിഞ്ഞു. നമ്മൾ 4ാമത്തെ ചോദ്യം. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദ
4 programs. How many students are there in the 4 programs? എന്താ ചെയ്യണ്ടേ? എല്ലാം കൂട്ടിയാൽ മതി. നമ്മളെ ഓൾറെഡി കൂട്ടി വെച്ചിട്ടുണ്ട്. BA, BSc, BCom, BBA. BA എല്ലാം കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടിയേ? 112 കിട്ടിയായിരുന്നു നമുക്ക്. BA എല്ലാം കൂടെ കൂട്ടിയപ്പം താഴേക്ക് കൂട്ടിയപ്പം നമുക്ക് 112 കിട്ടി. BSc എല്ലാം കൂടെ നമ്മൾ കൂട്ടി നമുക്ക് എത്ര കിട്ടി? 107 അല്ലേ കിട്ടിയേ? BCom നമ്മളെല്ലാം കൂടെ കൂട്ടിയായിരുന്നു, നമുക്ക് എത്രയാ കിട്ടിയേ? 80 കിട്ടിയേ. BBA നമ്മളെല്ലാം കൂടെ കൂട്ടിയായിരുന്നു, നമുക്ക് എത്ര കിട്ടി? 131 കിട്ടി. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരെ? ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ 4 പ്രോഗ്രാംസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. 7 3 അതായത് 7 2 9 9 1 10 0 4 12 13 1 1 1 1 4 430. 430 ഓപ്ഷനിലുണ്ടോ? 430 ആണ് ശരി ഉത്തരം. എല്ലാ സ്റ്റുഡൻസിന്റെയും കൂടെ കൂട്ടി. മനസ്സിലായെന്ന് കരുതുന്നു. 430 അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ. BA എല്ലാം കൂടെ താഴേക്ക് കൂട്ടിയപ്പം 112, BSc എല്ലാം കൂടെ താഴേക്ക് കൂട്ടിയപ്പോൾ 107, BCom എല്ലാം കൂടെ താഴേക്ക് കൂട്ടിയപ്പോൾ 80, BBA എല്ലാം കൂടെ താഴേക്ക് കൂട്ടിയപ്പോൾ 131. ടോട്ടൽ സ്റ്റുഡൻസ് കണ്ടു. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ ദ 4 പ്രോഗ്രാംസ് ആയില്ലേ? അഞ്ചാമത്തെ ലാസ്റ്റ് ചോദ്യം. ഇഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസിംഗ് എ ടെസ്റ്റ് be considered a criterion for comparison of difficulty level of 2 tests, then mid-semester test of which of the following programs was the least difficult? If the number of students passing a test be considered a criterion for comparison of difficulty level of 2 tests, then mid-semester test of which of the following program was the least difficult? അപ്പോൾ എങ്ങനെ ചെയ്യും? നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസിംഗ് എ ടെസ്റ്റ് ബി കൺസിഡേർഡ് എ ക്രൈറ്റീരിയൻ. കൂടുതൽ പേര് പാസ്സാവുന്ന ടെസ്റ്റ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരു മാനദണ്ഡമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഫോർ ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് 2 ടെസ്റ്റ്. അപ്പം ഒരു ഡിഫിക്കൽട്ടി ലെവൽ, 2 ടെസ്റ്റുകളുടെ ഡിഫിക്കൽട്ടി ലെവൽ തിരിച്ചറിയാനായിട്ട് സ്റ്റുഡൻസ് പാസ്സാകുന്ന എണ്ണം മാനദണ്ഡമായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക? കൂടുതൽ പേര് പാസ്സാവുന്നത് എളുപ്പമുള്ള ടെസ്റ്റ് എന്നുള്ള രീതിയിലല്ലേ. ദെൻ മിഡ് സെമസ്റ്റർ ടെസ്റ്റ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം വാസ് ദ ലീസ്റ്റ് ഡിഫിക്കൽട്ട്. അപ്പം പറയാതെ വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നത് മിഡ് സെമസ്റ്റർ ടെസ്റ്റ് ലീസ്റ്റ് ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് ഏത് പ്രോഗ്രാമിലാണെന്നാ ചോദ്യം. അതായത് മിഡ് സെമസ്റ്റർ ടെസ്റ്റ് ഏറ്റവും കൂടുതൽ പേര് പാസ്സായത് ഏത് പ്രോഗ്രാമിലാണെന്നാ പറഞ്ഞ മനസ്സിലായോ? ആദ്യം തന്നെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, നമുക്കറിയാവുന്ന കണ്ടീഷൻ, എന്നാലും ഒരു ചോദ്യം തന്നിരിക്കുക. നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്സാവുന്നതാണ് 2 ടെസ്റ്റുകൾ തമ്മിലുള്ള ഡിഫിക്കൽറ്റി ലെവല് പരിശോധിക്കാനായിട്ടുള്ള കമ്പാരിസൺ എങ്കിൽ, അല്ലെങ്കിൽ മാനദണ്ഡമെങ്കിൽ, ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പാസ്സാകുന്നതായിരിക്കുമല്ലോ ഏറ്റവും എളുപ്പമുള്ള ടെസ്റ്റ് അല്ലേ? അതല്ലേ പറയുന്നത്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസിംഗ് എ ടെസ്റ്റ് ബി കൺസിഡേർഡ് എ ക്രൈറ്റീരിയ ഫോർ കമ്പാരിസൺ ഓഫ് എ ഡിഫിക്കൽറ്റി ലെവൽ. ഡിഫിക്കൽറ്റി ലെവലിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഏറ്റവും നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്സാവുന്നതാണ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുത്തിരിക്കുന്നതെങ്കിൽ കോമൺ സെൻസ് വെച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പാടില്ലേ? ഏറ്റവും കൂടുതൽ പേര് പാസ്സാവുന്നത് എളുപ്പമുള്ള ടെസ്റ്റ്, ഏറ്റവും കൂടുതൽ പേര് തോൽക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കുറവ് പേര് പാസ്സാവുന്നത് ഡിഫിക്കൽട്ടുള്ള ടെസ്റ്റ്. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ തന്നു, കോമൺ സെൻസ്. Then mid-semester test of which of the following program was least difficult? Least difficult അതായത് ഏറ്റവും കുറവ് ഡിഫിക്കൽറ്റി, അതായത് ഏറ്റവും കൂടുതൽ പേര് പാസ്സായത്. മിഡ് സെമസ്റ്റർ ടെസ്റ്റ് ഏറ്റവും കൂടുതൽ പേര് പാസ്സായത് ഏത് പ്രോഗ്രാമിലാണെന്ന് മാത്രം നോക്കിയാൽ പോരെ. മിഡ് സെമസ്റ്റർ ടെസ്റ്റ് ഏറ്റവും കൂടുതൽ പേര് പാസ്സായത് ഏത് പ്രോഗ്രാമിലാണ്? മിഡ് സെമസ്റ്റർ ടെസ്റ്റ് പാസ്സായവര്, മിഡ് സെമസ്റ്റർ ടെസ്റ്റ് പാസ്സായവര് ഏറ്റവും കൂടുതൽ ഏത് പ്രോഗ്രാമിലാണ്? 6 നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്, നമ്പർ ഓഫ് ആണ് ചോദിച്ചിരിക്കുന്നത്, പെർസെൻറ്റേജ് അല്ല. 6 64 70.
17 55 72, 9 46 55, 15 76, 91. ഏറ്റവും കൂടുതൽ പേര് പാസ്സായത് BBAയിൽ 91 പേര് പാസ്സായി അല്ലേ? മിഡ് സെമസ്റ്റർ ടെസ്റ്റ് ഏറ്റവും ലീസ്റ്റ് ഡിഫിക്കൽട്ട് ഏത് പ്രോഗ്രാമിലായിരുന്നു? അതാ ചോദ്യം. ആദ്യം തന്നെ ക്ലൂ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്സാവുന്നത് ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, എന്തിന്റെ ക്രൈറ്റീരിയ? ഡിഫിക്കൽറ്റി ലെവലിന്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്സാവുന്നത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു ക്രൈറ്റീരിയ. അതിന്റെ അർത്ഥം ഏറ്റവും കൂടുതൽ പേര് പാസ്സാവുന്നത് എളുപ്പമുള്ളത്, ഏറ്റവും കുറവ് പേര് പാസ്സാവുന്നത് ഡിഫിക്കൽട്ട് ആയത്. അങ്ങനെയാണെങ്കിൽ ലീസ്റ്റ് ഡിഫിക്കൽട്ട് ആയത് മിഡ് സെമസ്റ്റർ ടെസ്റ്റിൽ ഏത് പ്രോഗ്രാമിലാണ്? അതായത് ലീസ്റ്റ് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേര് പാസ്സായത്. മിഡ് സെമസ്റ്റർ ടെസ്റ്റിൽ പാസ്സായവര് 6 പേര്, 64 പേര്, 70. 17 55 72. ഇതിനേക്കാളും എളുപ്പമായിരുന്നു ഇവിടെ. BA-ക്കാളും എളുപ്പമായിരുന്നു BSc-യിൽ. അത് നമ്മുടെ ആവശ്യമില്ല, നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. 72 പേര് പാസ്സായി. ഇവിടെ 70 പേരെ പാസ്സായുള്ളൂ. ഇവിടെയോ 9 46 55 പേരെ പാസ്സായുള്ളൂ. ഇവിടെയോ 15 76 91 പേര് പാസ്സായി. 91 പേര് പാസ്സായി. അപ്പം ഏറ്റവും കൂടുതൽ പേര് പാസ്സായത് BBA-യില്ല. അപ്പം എളുപ്പമുള്ള ടെസ്റ്റ്, ലീസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെസ്റ്റ് BBA-യിലാണോ? നമുക്ക് ഉത്തരം അതാണോ നോക്കാം. ഉത്തരം BBA. 91 പേര് പാസ്സായി. അപ്പൊ ലീസ്റ്റ് ഡിഫിക്കൽട്ട് BBA. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പോയിട്ട് വീഡിയോ കണ്ട് ഒന്നുകൂടെ മൾട്ടിപ്പിൾ ടൈംസ് ചെയ്ത് കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതാണ് DA-യുടെ ഒരു നാക്ക് എന്ന് പറയുന്നത്. DA പഠിക്കാനായിട്ട് ഏറ്റവും എളുപ്പം ചെയ്ത പ്രോബ്ലം തന്നെ പിന്നെയും ചെയ്യുന്നതും ഗുണകരമാണ്. ചെയ്ത പ്രോബ്ലം തന്നെ ഒന്നുകൂടെ ചെയ്ത് ആ കോൺസെപ്റ്റ് മനസ്സിൽ ഉറപ്പിക്കുക. അങ്ങനെ ഒരു 10-30 സെറ്റ് DA ചെയ്യുക. അതിന്റെ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിൽ ഉറപ്പിക്കുക. പിന്നെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചോദ്യം വരാനായിട്ട് സാധ്യത കുറവാണ്. അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്. എല്ലാം കൂടെ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത കാരണം ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് വരുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തിനോടൊന്ന് നന്ദി പറയണം, മാച്ച് ദ ഫോളോയിങ് തന്നതിന്. കാരണം എന്താ? മാച്ച് ദ ഫോളോയിങ്ങിൽ ചിലപ്പോൾ നമുക്ക് 1-2 എണ്ണം ശരിയാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നോക്കാം നമുക്ക്. ലിസ്റ്റ് 1-ൽ റീറ്റോറിക്കലിന്റെ അർത്ഥം എന്താ? റീറ്റോറിക്കൽ, അത് പ്രൊണൗൺസ്മെന്റ് രീതി പലർക്കും പലതായിരിക്കും. റീറ്റോറിക്കൽ. സെമിയോട്ടിക്, ഫിനോമിനോളജിക്കൽ, പ്രതിഭാസം എന്നൊക്കെ പറയൂലേ, ഫിനോമിനോളജിക്കൽ. ക്രിട്ടിക്കൽ, ക്രിട്ടിസൈസ് ചെയ്യുക. ഇതിന്റെ എല്ലാത്തിന്റെ അർത്ഥം അറിഞ്ഞാൽ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. ലിസ്റ്റ് 2-ലോ കൺസിഡറിങ് കമ്മ്യൂണിക്കേഷൻ ടു ബി ഡിസ്കേഴ്സീവ് റിഫ്ലക്ഷൻ ഓൺ ഹെജ്മോണിക് ഐഡിയോളജിക്കൽ ഫോഴ്സ്. Considering communication to be the capacity of experiencing otherness through authentic dialogue. Considering communication to be practical art. Considering communication to be intersubjective mediation via science. നമ്മളോട് പല തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പത്രമൊക്കെ വായിച്ച് നല്ല വൊക്കാബുലറി ഉള്ളവരാണെങ്കിൽ ഈ ചോദ്യം ഉത്തരം എഴുതാൻ പറ്റും. ഇനി അതല്ല, കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തവരാണെങ്കിൽ പോലും, ഇംഗ്ലീഷ് ലാംഗ്വേജ് എപ്പോഴും എക്സ്പോസ്ഡ് അല്ലാത്തവരാണെങ്കിൽ പോലും ഇത് ഉത്തരം എഴുതാൻ പറ്റും, PYQ ചെയ്തവരാണെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമിയോട്ടിക് എന്ന് പറയുന്ന ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു പദം പല ക്വസ്റ്റ്യനിലും ചോദിച്ചതായിട്ട് കാണാൻ പറ്റും. സെമിയോട്ടിക്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സയൻസ്. ചിഹ്നങ്ങളുമായിട്ട് മാച്ച് ആയിട്ടുള്ള ഒരു സൈനാണ് സെമിയോട്ടിക്. നമ്മൾ സംസാരിക്കും, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് സിഗ്നൽസ് ഒക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ. നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാറുണ്ട്, നമ്മൾ ഇങ്ങനെ കാണിക്കാറുണ്ട്. ഇതൊക്കെ ഒരു സൈനാണ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ വ്യക്തമാക്കുകയാണ്. ഇങ്ങനെ കാണിക്കാറുണ്ട്, ഐ ടു ഐ.
യു ജസ്റ്റ് ലുക്ക് അപ്പോൺ മീ എന്ന് കാണിക്കാറുണ്ട്. ഇതൊക്കെ എന്താണ്? സൈനാണ്, സൈൻ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിനോട് കൂടെ തന്നെ നമ്മുടെ സയൻസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമ്മൾ വളരെ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ ഡേയ്സിൽ വിജയരാഘവന്റെ കത്ത് നിവിൻ പോളി വായിക്കുമ്പം 2 രീതിയിൽ വായിക്കും അല്ലെ. ഒന്ന് വളരെ സങ്കടപ്പെട്ട് വായിക്കും, പക്ഷെ അല്ല, ദുൽഖർ സൽമാൻ പറയും വല്യച്ഛൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞ് നിവിൻ പോളിയോട് പറയുമ്പോൾ നിവിൻ പോളി അത് വേറൊരു രീതിയിൽ വായിക്കും ആ കത്ത്. അപ്പൊ അതിന്റെ ടോൺ മാറി അല്ലെ. അപ്പൊ കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു രീതികൾ മാറുന്നതിനെ പറ്റിയാണ്. സയൻസ് എത്രമാത്രം പ്രാധാന്യമുണ്ട് സെമിയോട്ടിക്സിൽ. അപ്പൊ സെമിയോട്ടിക്സിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് കമ്മ്യൂണിക്കേഷനിൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പം സെമിയോട്ടിക്സ് ഏതുമായിട്ടാണ് മാച്ച് ചെയ്യാൻ പറ്റുന്നത്? കൺസിഡറിങ് കമ്മ്യൂണിക്കേഷൻ ടു ബി ഇന്റർ സബ്ജക്റ്റീവ് മീഡിയേഷൻ വയ സയൻസ് എന്നുള്ളൊരു പദം ഉണ്ടെങ്കിൽ സെമിയോട്ടിക്സ് ആണ് അതിന്റെ മാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ സെമിയോട്ടിക്സ് ആണ് അതിന്റെ കറക്റ്റ് ഉത്തരം. പിന്നെ റീറ്റോറിക്കൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം എന്താണ് റീറ്റോറിക്കൽ. ഈ ഒറേറ്റർ അല്ലെങ്കിൽ നല്ലൊരു പ്രാസംഗികനൊക്കെ വേണ്ട ഒരു കഴിവാണ് റീറ്റോറിക്കൽ സ്കിൽ. അതായത് എന്താ പറയുക, വളരെ ഭംഗിയായിട്ട് സംസാരിക്കുക, ആൾക്കാർ ശ്രദ്ധിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ സംസാരിക്കുക, സംസാര രീതിക്ക് മാറ്റം വരുത്തുക, ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട്. പൊളിറ്റീഷ്യൻസിൻ്റെയും നല്ല നല്ല ഇലക്ട്യൂഷനൊക്കെ പോകുമ്പോഴത്തേക്കൊക്കെയുള്ള സംസാര രീതികൾ, രാഷ്ട്രീയക്കാരുടെയൊക്കെ സംസാരം നോക്കിയാൽ മതി, അതിനകത്തൊരു ചില പഞ്ച് ഡയലോഗൊക്കെ ഉണ്ടാവും ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട്. ആ പഞ്ച് ഡയലോഗ് മതിയാവും ഒരു കുറെ വോട്ടുകൾ കിട്ടാനായിട്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ജി വലിയൊരു ഒറേറ്ററാണ്, നല്ലൊരു പ്രധാനമന്ത്രിയാണ്. അതിനുപരി അദ്ദേഹം നല്ലൊരു ഒറേറ്ററും കൂടെയാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് നമുക്കറിയാം, ചെങ്കോട്ടയിൽ നിന്നൊക്കെയുള്ള പ്രസംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ലൊരു പ്രാസംഗികനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒറേറ്റർ സ്കിൽസ് പുറത്തെടുത്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പത്രങ്ങൾ എഴുതാറുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിയുമ്പോഴത്തേക്കും 1.5-2 മണിക്കൂർ അദ്ദേഹം നിന്ന് വളരെ ഭംഗിയായിട്ട് പ്രസംഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഒരു ഒറേറ്റർ സ്കിൽ അല്ലെങ്കിൽ ഒരു റീറ്റോറിക്കൽ സ്പീച്ചിൽ വേണ്ട ഒരു കഴിവാണ് റീറ്റോറിക്കൽ. അപ്പൊ അത് എന്തുമായിട്ട് കണക്ട് ആവുന്നു? ഒരു പ്രാക്ടിക്കൽ ആർട്ടാണ്, ഒരു കലയാണ്. കൺസിഡറിങ് കമ്മ്യൂണിക്കേഷൻ ടു ബി എ പ്രാക്ടിക്കൽ ആർട്ട്, അതൊരു കലയാണ്. അത് എല്ലാവർക്കും പറ്റണമെന്നില്ല അല്ലെ. അത് കുറെ ശീലിച്ച് മാത്രമേ നമ്മൾ അതിലേക്ക് എത്തുള്ളൂ. അതിലുപരി ചിലപ്പം അതിനകത്ത് മറ്റു പല സ്കിൽസും, കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കോൺഫിഡൻസും പ്രാക്ടീസും നല്ല സോഷ്യൽ ഇടപഴകാനായിട്ടുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഒറേറ്റർ ആവാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം അതായിരിക്കാം ഒരു പ്രാക്ടിക്കൽ ആർട്ടാണ് റീറ്റോറിക്കൽ എന്ന് പറയുന്നത്, കൂടുതൽ കണക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇതാണ് ഓപ്ഷൻസ്. ഒന്ന് സ്കിം ചെയ്ത് നോക്കിയേ. ഓക്കെ, അപ്പം നമ്മൾ എ എന്തുമായിട്ട് മാച്ച് ചെയ്തു? 3. ബി 4. B4 മാച്ച് ചെയ്താൽ തന്നെ ഒരു ഓപ്ഷൻ പോയി. സെമിയോട്ടിക്സ് സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അറിഞ്ഞാൽ തന്നെ ഒരു ഓപ്ഷൻ പോയി. B 3 ഉണ്ട്. A 3 ആണെന്ന് അറിഞ്ഞാൽ, റീറ്റോറിക്കൽ എന്ന് പറയുന്ന പദം 3 ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് പ്രാക്ടിക്കൽ ആർട്ടാണ് റീറ്റോറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒറേറ്ററി സ്കിൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നു. വളരെ ഭംഗിയായിട്ട് സംസാരിക്കാനുള്ള കഴിവ്, ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഭാഷ അതിനനുസരിച്ച് ആക്കാനുള്ള കഴിവ്, മറ്റുള്ളവരെ ആകർഷിപ്പിക്കാനുള്ള നമ്മുടെ രീതിയിലുള്ള ഒരു ആർട്ടാണ്, ഒരു കലാപരമായിട്ടുള്ളൊരു കഴിവാണത് റീറ്റോറിക്കൽ എന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ A3 B4 എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരമായി. ബാക്കിയുള്ള ഓപ്ഷൻ നോക്കിയേ. C2 D1 ഫിനോമിനോളജിക്കൽ, ഒരു പ്രതിഭാസമാണ്. ഫിനോമിന എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം എന്നാണ് അല്ലെ. കൺസിഡറിങ് കമ്മ്യൂണിക്കേഷൻ ടു ബി ദ കപ്പാസിറ്റി ഓഫ് എക്സ്പീരിയൻസിങ് അദർനെസ് ത്രൂ ഓഥന്റിക് ഡയലോഗ്, മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് ഒരു ഓഥന്റിക് ഡയലോഗിലൂടെ മറ്റുള്ളവരെ കൂടെ ഉൾക്കൊള്ളിക്കാനായിട്ടുള്ളൊരു ശ്രമം, അതും കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാഗമാണ്. ഫിനോമിനോളജിക്കൽ. ക്രിട്ടിക്കലായിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാ? കൺസിഡറിങ് കമ്മ്യൂണിക്കേഷൻ ടു ബി ഡിസ്കേഴ്സീവ് റിഫ്ലക്ഷൻ ഓൺ ഹേജ്മോണിക് ഐഡിയോളജിക്കൽ ഫോഴ്സ്, ഒരു മേധാവിത്വം, ഒരു സുപ്രീമസി, അതാണ് ഹേജ്മോണി ഉദ്ദേശിക്കുന്നത്. ഹേജ്മോണിക് ഐഡിയോളജിക്കൽ ഫോഴ്സിനെതിരെയുള്ളൊരു ഡിസ്കേഴ്സീവ് റിഫ്ലക്ഷൻ ആണ് കമ്മ്യൂണിക്കേഷൻ. ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള അനാലിസിസാണ്. ഒരു മേധാവിത്വത്തിനെതിരെയും സുപ്രീമസി ഐഡിയോളജിക്കെതിരെയുള്ളൊരു ക്രിറ്റിസിസമാണ് കമ്മ്യൂണിക്കേഷൻ
എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ആദ്യത്തെ രണ്ട് കാര്യങ്ങളിലാണ്, റീറ്റോറിക്കൽ എന്ന് പറയുന്ന പദത്തിലും സെമിയോട്ടിക്സ് എന്ന് പറയുന്ന പദത്തിലും. ബാക്കി അവർ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇത് രണ്ടും അറിഞ്ഞാൽ തന്നെ ഉത്തരം ശരിയാവും എന്നാണ് അവർ പറയുന്നത്, അല്ലേ? അവർ ഇത് രണ്ടും അറിയണമെന്നേ അവർക്കും ആഗ്രഹമുള്ളൂ. ഇത് രണ്ടും അറിഞ്ഞാൽ ഉത്തരം ശരിയായി. മറ്റ് രണ്ടും പെട്ടെന്ന് പോയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പാടായിരിക്കും. അതായത് ഫിനോമിനോളജിക്കലുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന പദം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സാമിന് ഇരിക്കുമ്പം ആദ്യം ഫിനോമിനോളജിക്കലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പാടാണ് ഐഡന്റിഫൈ ചെയ്യാൻ. അതുപോലെ ക്രിട്ടിക്കലുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നത് ആലോചിച്ച് കഴിഞ്ഞാൽ കുറേ സമയം ചെലവഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഡിസ്കേഴ്സീവ് റിഫ്ലക്ഷൻ ഓൺ ഹെജ്മോണിക് ഐഡിയോളജിക്കൽ ഫോഴ്സസ് ആണ് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു പദം എന്നുള്ളത് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ ഈസിലി ഐഡന്റിഫയബിൾ ഇത് രണ്ടുമാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി റിപ്പീറ്റ് ചെയ്യും. ഈ സെമിയോട്ടിക് എന്ന് പറയുന്ന പദം സെമിയോട്ടിക്സുമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന മറ്റൊരു വേർഡാണ് സിൻടാക്സ്. സിൻടാക്ടിക്സ് എന്താണ് സിൻടാക്ടിക്സ്? സെമിയോട്ടിക്സ് നമ്മൾ പറഞ്ഞു സയൻസിനെ പറ്റി പറയുന്നതാണ്, ചിഹ്നങ്ങളെ പറ്റി, നമ്മുടെ ആംഗ്യ ഭാഷകളെ പറ്റി പറയുന്നതാണ് സെമിയോട്ടിക്സ്. ഇനി സിൻടാക്ടിക്സോ അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സിനെ എങ്ങനെ അറേഞ്ച് ചെയ്യണം, ഒരു പ്രോപ്പർ സ്ട്രക്ചർ എങ്ങനെ കമ്മ്യൂണിക്കേഷനിൽ കൊടുക്കണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം കൃത്യമായിട്ട് ചിലർ വിട്ടുവിട്ട് പറയുന്നവരുണ്ട്, ചിലർ എന്ന് പറഞ്ഞു പോകുന്നവരുണ്ട്, ചിലർ ഒരു അന്തവും ബന്ധവും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, കൃത്യമായിട്ട് നമ്മൾ വാക്കുകൾ അടുക്കിപ്പെറുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം സിൻടാക്സിന് ഒരുപാട് പ്രാധാന്യമുണ്ട് കമ്മ്യൂണിക്കേഷനിൽ. അപ്പം സെമിയോട്ടിക്സ് പഠിക്കുമ്പം സിൻടാക്സും കൂടെ പഠിക്കണം. കാരണം ഇത് രണ്ടും കൂടെ മാച്ച് ദ ഫോളോയിങ് വന്നാൽ നമുക്ക് തിരിഞ്ഞു പോരുത്. കാരണം ഒന്ന് സിമിലർ ആയിട്ടുള്ള പദങ്ങളാണ് സെമിയോട്ടിക്സും സിൻടാക്ടിക്സും. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സ്പ്ലനേഷനിൽ അത് കൊടുത്തിട്ടുണ്ട്. സെമിയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് വായിച്ചു നോക്കിയേ. Study of signs, symbols and how meaning is created and communicated. It examines how words, images, gestures and objects represent ideas ranging from literal meaning to cultural associations. Semiotics is essential for understanding communication, marketing, media and human culture. അല്ലേ? സെമിയോട്ടിക്സ് വളരെ എസെൻഷ്യൽ ആണ്. ഡിനോട്ടേഷനും കൊണോട്ടേഷൻ്റെയും കാര്യം പറയുന്നത് കേട്ടോ. ഇറ്റ് എക്സാമിൻസ് ഹൗ വേർഡ്സ്, ഇമേജസ്, ഗസ്റ്റേഴ്സ് ആൻഡ് ഒബ്ജക്ട്സ് റെപ്രസെന്റ് ഐഡിയാസ്. ചില വേർഡ്സ്, ഇമേജസ്, ഗസ്റ്റേഴ്സ് ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെയൊക്കെ പഠനമാണ് സെമിയോട്ടിക്സ്. റേഞ്ചിങ് ഫ്രം ലിറ്ററൽ മീനിങ്സ്, ഡിനോട്ടേഷനും കൊണോട്ടേഷനും നമുക്ക് പഠിക്കാനുണ്ട്. ലിറ്ററൽ മീനിങ്സ് ടു കൾച്ചറൽ അസോസിയേഷൻ. ചില മറ്റ് കൾച്ചറുകളിൽ പോയിട്ട് നമ്മുടെ സംസാരം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. അതിൻ്റെ കൂടെ നമ്മുടെ ആംഗ്യഭാഷ അല്ലെങ്കിൽ നമ്മുടെ സയൻസും നമ്മുടെ സിമ്പിൾസും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് കൾച്ചറിലുള്ള ആൾക്കാർക്ക് നമ്മുടെ കൾച്ചർ മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അവിടെയൊക്കെയാണ് സെമിയോട്ടിക്സിൻ്റെ കൂടുതൽ പ്രാധാന്യം മനസ്സിലാവുന്നത്. അപ്പോൾ സെമിയോട്ടിക്സ് ഇസ് എസെൻഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ, അല്ലേ? മാർക്കറ്റിംഗ് മീഡിയ ആൻഡ് ഹ്യൂമൻ കൾച്ചർ എന്നുള്ളത് ആണ്. അടുത്തത് സിൻടാക്ടിക്സ് റെഫേഴ്സ് ടു ദ റൂൾസ് ഗവേണിംഗ് സെന്റൻസ് സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞു സ്ട്രക്ചർ അറേഞ്ച് ചെയ്യാനായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ, വേർഡ് ഓർഡർ ആൻഡ് ഗ്രാമാറ്റിക്കൽ അറേഞ്ച്മെന്റ്. It relates to how words are combined to form phrases and sentences, or how code elements are structured in programming. It focuses strictly on form and structure rather than meaning. ഫോം ആൻഡ് സ്ട്രക്ചർ എങ്ങനെ അടുക്കിപ്പെറുക്കി പറയാം എന്നുള്ളതാണ് സിൻടാക്ടിക്സ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് പദങ്ങളും എഴുതി വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇനിയും റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും. ഇത്രയാണ് ഈ വീഡിയോയിൽ. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ചോദ്യം മുതൽ പറയാം. താങ്ക് യു.